വണ്ടിക്കകത്ത് ഫസ്റ്റ് ഡേ ആണ് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റു. ഇനി വേണം നമ്മൾ പേ ആൻഡ് ടോയ്ലറ്റിലേക്ക് പോയി കുളിച്ച് ഫ്രഷാണ്. ശിവൻ്റെ കുട്ടി അയ്യോ ഭയങ്കര ഉറക്കം. ശരി, ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ? നിനക്ക് എങ്ങനെ കുഴപ്പമില്ല. ചവിട്ടി എൻ്റെ പുറമൊക്കെ പൊളിച്ചു. നീ നമുക്ക് മാഗി റെഡിയാവും. ഞങ്ങൾക്ക് ഇന്നലത്തെ എൻ്റെ ചിക്കൻ റൈസ് മിച്ചം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എടുത്ത് ചൂടാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? ഇന്നലെ വൈകുന്നേരം അല്ലേ, രാത്രിയിൽ. ശിവേന്ദ്ര എന്നാ സ്പൈസി ആണോ? വെള്ളം കൊടുക്കുള്ളൂ. പിന്നെ നോട്ടെ ചൂട് ചൂട് ഞാൻ തണുത്തിട്ടില്ല. കൈ പോരെ. പൂമ്പാറ അതായിരിക്കും ടെമ്പിള്. ആ കാണുന്നതായിരിക്കും പൂമ്പാറ ടെമ്പിള്. അത് തന്നെ പൂമ്പാറ ടെമ്പിൾ. അത് അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു ലൊക്കേഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പളനിമല വ്യൂ പോയിന്റ് എന്നാണ് ഇത് പറയുന്നത്. ഈ മലയുടെ അപ്പുറമാണ് പളനിമല എന്നാണ് ഇവിടുത്തെ ആ കടക്കാരനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതുപോലെ മലയുടെ അപ്പുറം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് മലയുടെ അപ്പുറമെന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടെ നോക്കിയിട്ട് പളനിമല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കില്ല. ഇനിയിപ്പോൾ അതാ പളനിമല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്ന വില്ലേജാണ് പൂമ്പാറ വില്ലേജ്. നല്ല അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റാണ്. നല്ല അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. തട്ടായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ ക്ലാവരയാണ് പോകുന്നത്. ഇപ്പം നിൽക്കുന്നത് കവഞ്ചി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്താണ്. അതിമനോഹരമായ ദൃശ്യങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഈ ഗ്രാമം. മലനിരകളാണ്. ഇതെല്ലാം വെളുത്തുള്ളിയല്ലേ? വെളുത്തുള്ളി ഇവിടെ ശരിക്കും ഉണ്ടാവുമായിരിക്കും. പൂണ്ടി എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഈ പൂണ്ടിയിൽ ഇനി വേറെ എന്തൊക്കെ സംഭവങ്ങൾ കാണാനുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ക്ലാവരൈ വില്ലേജിലെത്തിയിരിക്കുകയാണ്. അതായത് ക്ലാവരൈ വില്ലേജാണ് ഏറ്റവും ലാസ്റ്റത്തെ കൊടൈക്കനാലിലെ വില്ലേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് മൂന്നാർ പോകാൻ വേണ്ടി ഏകദേശം 12 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാർ പോകാമെന്ന് പറയുന്നത്. ആ റോഡ് ക്ലോസ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഫസ്റ്റ് നിങ്ങളുടെ റൂട്ട് ഇരുന്നത് ഷോർട്ട് കട്ട്. മെയിൻ റോഡ്. അതെ, എസ്കേപ്പ് റോഡ് അല്ല. ഇപ്പൊ பிரிட்டிஷ்கார ஆட்சியில ஃபாரஸ்ட்ல போட்டிருந்தாங்க. அப்படியா? ஃபாரஸ்ட்ல அவங்க இப்ப எல்லாம் வானவிலங்கு அதிகம் அப்படின்னு உள்ள ஒரு 20 வருஷமா அந்த ரோடு லாக் பண்ணிட்டாங்க. அப்ப மூணாருக்கு எவ்வளவு கிலோமீட்டர் இருந்து? 12 கிலோமீட்டரா இங்க இருந்து அவ்வளவுதான். இப்படி ஷார்ட்கட்ல நடந்து போனா அங்க ஓடுவாங்களா? போக முடியுமா? இப்ப போக முடியாது. ஃபர்ஸ்ட் போக முடியும்னு சொல்றீங்க. ஃபோர் வீலர்ல. ஓகே, தேங்க்யூ அண்ணா. ஓகே. நாங்கள் கேரளா இடுக்கி கட்டப்படா. நம்ம ஊர் இதே மாதிரி தான். பக்கத்தில் தான். ஆமாம். சரி அண்ணா. ஸ்டே பண்ணுறீங்க? ஸ்டே கொடைக்கானல். ஓகே. இந்த வண்டியில் தான் ஸ்டே. ஓகே.